കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. കെഎസ്ഇബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള യുജിസി കരട് ചട്ടം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എസ്എഫ്ഐ എജിസ് ഓഫീസ് മാർച്ച് നടത്തി. പട്ടിൽ പൊതിഞ്ഞ കൊടും വിഷമാണ് രാജ്യത്തെ സർവകലാശാലകളിൽ യുജിസി നടപ്പാക്കാൻ പോകുന്നതെന്ന് എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹാസൻ മുബാറക്. ചാലക്കുടി പോട്ടയിൽ മിനി ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് മിനി ലോറിക്ക് തീപിടിച്ചു. നമസ്കാരം. വാർത്തകൾ വിശദമായി. കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ സിഒയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കെഎസ്ഇബിയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് മുൻ എംപിയും കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമായ ടി.എൻ. പ്രതാപൻ. കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിൽ പ്രതിഷേധിച്ച് സിഒഎ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിനു മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംഘടനയുടെ ശക്തി തെളിയിക്കുന്നതായി മാറി. മുൻ എംപിയും കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമായ ടി.എൻ. പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും കോർപ്പറേറ്റുകൾ പിടിമുറുക്കുകയാണെന്നും അവരെ സഹായിക്കുന്ന സമീപനമാണ് കെഎസ്ഇബി സ്വീകരിക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു. സിഒഎയുമായി ധാരണാപത്രം ലംഘിക്കുന്ന കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇക്കാര്യം വൈദ്യുതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും പ്രതാപൻ അറിയിച്ചു. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റുകളടക്കം ഈ മേഖലയിലേക്ക് കടന്നു വരികയാണ്. ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കെഎസ്ഇബിക്ക് ഏതെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കലല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എടുത്ത തീരുമാനത്തെ ലംഘിക്കുന്ന കെഎസ്ഇബി ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തണമെന്ന് ഈ സമരം അതിശക്തമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ ടിവി വ്യവസായം സംരക്ഷിക്കാൻ നടപടി വേണമെന്നും കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ ഭരണകൂടം ഇടപെടണമെന്നും സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.പി. സന്ദീപ് പറഞ്ഞു. കേരളത്തിലെ ഭരണകൂടത്തോട് ഞങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു, കെഎസ്ഇബിയുടെ ഭാഗത്തുനിന്ന് അത്തരം നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളിലേക്ക് കേരളത്തിലെ ഭരണകൂടം കടക്കണം. കെഎസ്ഇബിയിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഉദ്ദണ്ഡ വാദഗതികളുമായി സിഒയെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ നിലപാടുകളിൽ നിന്ന് അത്തരം ആളുകളെ പിന്തിരിപ്പിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ ഇടപെടലുകൾ കേരളത്തിൽ വരുന്ന ആളുകളിൽ ഉണ്ടാകും. സാധാരണക്കാരെ പിഴിയുന്ന സമീപനം കെഎസ്ഇബി കേബിൾ ടിവി ഓപ്പറേറ്റർമാർക്കെതിരെയും സ്വീകരിക്കുകയാണെന്നും മാനേജ്മെന്റിനോട് സംസാരിച്ച് നിലപാട് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ആവശ്യപ്പെട്ടു. അടിക്കടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണോ സാധാരണക്കാരനെ പിഴിയുന്നത്, അതേ സമീപനം തന്നെയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിനോടും ഇവർ കാണിക്കുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം കാഴ്ചവെക്കേണ്ട സമയത്ത് അതിനു പകരം അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനത്തിൽ അതിന് വൈദ്യുതി ബോർഡ് ഭരിക്കുന്ന മാനേജ്മെന്റിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ്, അവർക്ക് സഹായം നൽകുന്ന സമീപനമാണ് കേരളം ഭരിക്കുന്ന സർക്കാർ കാണിക്കുന്നത്. സർക്കാരാണ് നിലപാട് തിരുത്തേണ്ടത്. കുത്തകകളെ സഹായിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് കെഎസ്ഇബി സ്വീകരിക്കുന്നതെന്നും കെഎസ്ഇബിയുടെ നിലപാട് തിരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.ബി. സുരേഷ് പറഞ്ഞു. സിഒഎ ജില്ലാ സെക്രട്ടറി പി. ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം സി.എ. ബൈജു, ജില്ലാ ട്രഷറർ സി.ജി. ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ടി.സി. വിനോസ്, തൃശൂർ. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി. കൃഷ്ണകുമാർ. റൂറലിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ഡാൻസ് ഓഫ് ടീമുകൾ നിലനിർത്തിയാവും പുതിയ ഗ്രൂപ്പുകൾ. ജനമൈത്രി, SPC, CPC, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, കടലോര ജാഗ്രതാ സമിതികൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിയാകും പോലീസിനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ സേവനം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗ് നൽകാൻ
റൂറൽ ജില്ലയിലെ ഡിവൈഎസ്പി ഓഫീസുകളിൽ കൗൺസിലിംഗ് ആരംഭിക്കുമെന്നും റൂറൽ SP അറിയിച്ചു. നിലവിൽ പോലീസും ഡാൻസ് സ്റ്റാഫും ചെയ്യുന്ന പ്രവൃത്തി തുടരും, അത് നിർത്തിയിട്ടില്ല. 2, ഈ ഡ്രഗ് അഡിക്ട്സും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് സ്നേഹിതയുടെ ഭാഗമായി എല്ലാ സബ് ഡിവിഷനും ഇപ്പം നിലവിൽ നമുക്ക് റൂറൽ ജില്ലയിലാകെ ഇരിങ്ങാലക്കുട SP ഓഫീസിലാണ് ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉള്ളത്, പോലീസിൻ്റെ സൗജന്യ കൗൺസിലിംഗ് സെൻ്റർ. അടുത്ത ആഴ്ച മുതൽ ഇരിങ്ങാലക്കുട നിലവിലുള്ളത് കൂടാതെ ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ ഒരു പുതിയ സ്നേഹിത കൗൺസിലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ചാലക്കുടിയിലും കൊടുങ്ങല്ലൂരും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അത് ഗവൺമെൻറ് പ്രോജക്റ്റാണ് എങ്കിലും പോലീസ് അവരും കൂടെ ചേർന്ന് നടത്തുക. പ്രായമാകാത്ത കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകുന്നവർക്കെതിരെ പ്രത്യേക ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ റൂറൽ ജില്ലയ്ക്ക് കീഴിലുള്ള സൈബർ സെൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് B. കൃഷ്ണകുമാർ പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ്, നിങ്ങൾക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല വരുന്ന പൈസയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ എല്ലാം കറക്റ്റ് വരുന്ന പൈസയാവുന്നില്ല. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ, മ്യൂൾ അക്കൗണ്ട് എന്നൊരു വാക്കുണ്ട്, ബിനാമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ മണി ലോണ്ടറിംഗ് എന്നൊരു വാക്കുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലാണ് മണി ലോണ്ടറിങ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എനിക്ക് കിട്ടുന്ന പൈസ അക്കൗണ്ടഡ് മണി ആക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്ത് കറങ്ങി തിരിഞ്ഞത് അവിടുന്ന് NRI പൈസയായിട്ട് വരുന്നു, അല്ലെങ്കിൽ വേറെ, മനസ്സിലായി. ഇതൊക്കെ ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വലിയ പാടാവും. സൈബർ കുറ്റകൃത്യം വഴി നഷ്ടപ്പെട്ട 6 കോടിയിലധികം രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചതായും റൂറൽ SP വ്യക്തമാക്കി. സൈബർ രംഗത്തെ വിവിധ കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര താന്യം സ്വദേശി തെക്കിനിയടത്ത് വീട്ടിൽ വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് ബലമായി തട്ടിക്കൊണ്ടുപോവുകയും തടയാൻ ശ്രമിച്ച കുട്ടിയുടെ അച്ഛനെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സജു, ഷാജി എന്നിവർ വിവേകിനെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. 6 ഗ്രാം ഹാഷിഷ് ഓയിലുമായി ചൂണ്ടൽ സ്വദേശിയെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ചുണ്ടൽകുന്ന് സ്വദേശി രഞ്ജിത്തിനെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, CA സുരേഷ്, സിദ്ധാർത്ഥൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി, ശ്രീരാഗ്, സജീഷ്, സതീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 3 ലിറ്റർ വാറ്റ് ചാരായവുമായി മധ്യവയസ്കനെ വടക്കാഞ്ചേരി എക്സൈസ് സംഘം പിടികൂടി. കിള്ളിമംഗലം വല്ലങ്ങുപാറ മുണ്ടാരപ്പള്ളി വീട്ടിൽ മണികണ്ഠനെയാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K. സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ രാമകൃഷ്ണൻ, പ്രശാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജീഷ്, ജയേഷ് തുടങ്ങിയവർ ചാരായം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. പട്ടിൽ പൊതിഞ്ഞ കൊടും വിഷമാണ് രാജ്യത്തെ സർവകലാശാലകളിൽ UGC നടപ്പാക്കാൻ പോകുന്നതെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹാസൻ മുബാറക് പറഞ്ഞു. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ AG's ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർക്കുന്നതിനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നുവരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം വിഷ്ണു പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ്ണുദേവ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജ്യോത്സന, അഭിജിത്ത്, ജില്ലാ സെക്രട്ടറി ജിഷ്ണു സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോടൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനിലോറിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് രാസപദാർത്ഥവുമായി വന്നിരുന്ന ലോറി പൂർണ്ണമായും കത്തിനശിച്ചു. ചാലക്കുടി വിയാർപുരം ഞാറയ്ക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. രാവിലെ 7:30യോടെയായിരുന്നു അപകടം. ആശാരിപ്പണിക്കാരനായ അനീഷ് വീട്ടിൽ നിന്നും ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ ജംഗ്ഷനിൽ വെച്ച് റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. ലോറിയുടെ അടിയിൽ കുടുങ്ങിയ അനീഷിനെയും ബൈക്കിനെയും വലിച്ചിഴച്ച് 40 മീറ്ററോളം പോയ ശേഷമാണ് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച് ലോറി നിന്നത്. ഉടൻ തന്നെ പുറത്തെടുത്തെങ്കിലും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അനീഷ് മരണപ്പെട്ടു.
അപകടത്തിൽ സമീപത്തെ വൈദ്യുതി തൂണും തകർന്നു. റോഡിൽ ഉരസി നീങ്ങിയ ബൈക്കിൽ നിന്നും തീപാറി ലോറിയിലേക്ക് പടരുകയായിരുന്നു. സോപ്പ് നിർമ്മാണത്തിനുള്ള രാസപദാർത്ഥമായിരുന്നു ലോറിയിലുണ്ടായിരുന്നത്. അടിയിൽ കുടുങ്ങിക്കിടന്ന അനീഷിന് പൊള്ളലേറ്റിരുന്നില്ല. ചാലക്കുടി അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കെമിക്കൽ ആയതിനാൽ വെള്ളത്തിന് പകരം ഫോം ഉപയോഗിച്ചാണ് തീയണച്ചത്. ലോറിയിലെ രാസപദാർത്ഥം റോഡിൽ ഒഴുകിയതിനാൽ ദേശീയപാത തൃശൂർ റൂട്ടിൽ 1 മണിക്കൂറോളം വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മിനി ലോറി ഡ്രൈവർ ആലുവ സ്വദേശി ഫാസിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഒല്ലൂർ കമ്പനിപ്പടിക്ക് സമീപം കെഎസ്ആർടിസി ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. അഞ്ചേരി സ്വദേശികളായ കണ്ണമ്പുഴ വീട്ടിൽ ആനി ജോസഫ്, ആൻഡ്രിയ, അനീറ്റ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം ഭാഗത്തുനിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് കാറിലിടിച്ചത്. കുന്നംകുളം കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ നിയന്ത്രണം വിട്ട ജീപ്പ് പാടത്തേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഈരാറ്റുപേട്ട സ്വദേശി സിജോ, മധ്യപ്രദേശ് സ്വദേശി അഫ്ദർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പന്നിത്തടം ഭാഗത്തുനിന്നും കേച്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് കൂമ്പുഴ പാലത്തിന് സമീപത്തെ തിരിവിൽ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തയ്യൂർ മയിലാടിക്കുന്നിൽ വ്യാപകമായി നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ ദീപ പ്രതിരോധം തീർത്തു. വേലൂർ പഞ്ചായത്ത് അംഗം PN അനിൽ ഉദ്ഘാടനം ചെയ്തു. മയിലാടിക്കുന്നിലെ ചെരുവുകളിൽ വ്യാജ വീട് പെർമിറ്റുകളുടെ രീതിയിലാണ് വ്യാപകമായി മണ്ണെടുപ്പ് നടത്താൻ ശ്രമിച്ചതെന്ന് യോഗത്തിൽ ആരോപിച്ചു. മണ്ണെടുപ്പ്, ഉരുൾപൊട്ടൽ പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയിലെ മണ്ണെടുപ്പിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ചിരാതുകൾ തെളിയിച്ച് പ്രദേശവാസികൾ മണ്ണെടുപ്പ് നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങൾ തടഞ്ഞു. ജനകീയ പ്രതിരോധ സമിതി കൺവീനർ ജയൻ കുന്നത്തുപുര അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുകുമാരൻ, മുൻ പഞ്ചായത്ത് അംഗം LC ഔസേപ്പ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അൻസാർ തയ്യൂർ, കോൺഗ്രസ് വാർഡ് വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ തയ്യൂർ, സുരേഷ് തയ്യൂർ, അജീഷ്, യേശുദാസ്, ഉദയൻ കുന്നത്തുപുര തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്രദേശത്ത് നിന്ന് കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കില്ല. ബഹുമാനപ്പെട്ട പോലീസ് വിഭാഗത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്നലെ ഞങ്ങളുടെ സമരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഈ ഒരു കാര്യത്തിനു വേണ്ടി ജയിലിൽ പോകേണ്ടി വന്നാലും അതിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. വേലൂർ, തയ്യൂർ, മയിലാടിക്കുന്നിൽ നടത്തിയിരുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ പഞ്ചായത്ത് ഉത്തരവ് നൽകി. പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഇതിനോട് ചേർന്ന കുന്നത്തുപുരയ്ക്കൽ നഗറിൽ 40 പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രദേശത്ത് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനായി 45 ലക്ഷം രൂപ ചെലവഴിച്ച് സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് പഞ്ചായത്ത് മണ്ണെടുക്കാൻ അനുമതി നൽകിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. എന്നാൽ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് ജിയോളജി വകുപ്പിന്റെ അനുകൂല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അനുമതി നൽകിയതെന്ന് സെക്രട്ടറി അറിയിച്ചു. നിലവിൽ അനുവദിച്ച അളവിൽ മണ്ണ് നീക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും പെർമിറ്റ് കാലാവധി അവസാനിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രസിഡന്റ് TR ഷോബിയുടെ നിർദ്ദേശപ്രകാരം മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ സെക്രട്ടറി ഉത്തരവ് നൽകിയത്. ഈ സ്ഥലത്ത് വീട് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ സ്ഥലമുടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കർഷകരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തിയ 14 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഷൂട്ടിംഗിൽ പ്രത്യേക പരിശീലനം നേടിയ സംഗീതിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. കൌൺസിലർമാരായ ലബീബ് ഹസൻ, സുനിൽകുമാർ, ഷബീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. കലാമണ്ഡലത്തിന് മുന്നിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ കോളേജുകളിലെ റിട്ടയർഡ് അധ്യാപകരുടെ സംഘടനകൾ സമരപന്തലിൽ എത്തി. UGC 6-7 ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകത പരിഹരിച്ച് പെൻഷൻ ആനുകൂല്യങ്ങളും കുടിശ്ശികയും നൽകണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന അനിശ്ചിതകാല സമരം 7ാം ദിവസം പിന്നിട്ടു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് ഫോറം വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം എസ് ഗോപകുമാർ, കലാമണ്ഡലം ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. അതാത് പദ്ധതി സമയത്ത് തന്നെ കൊടുക്കേണ്ടതാണ്. ഇത് താമസിച്ചത് തന്നെ ഒരു വലിയ അനീതിയാണ്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ പറഞ്ഞത് വേലൂരിൽ മരം മുറിക്കുന്നതിനിടെ മരത്തിൽ കുടുങ്ങിയ തൊഴിലാളിക്ക് ഫയർഫോഴ്സുകാർ രക്ഷകരായി. 12ാം വാർഡിൽ വാഴപ്പള്ളി ജോസിന്റെ പറമ്പിൽ മരം മുറിക്കാനെത്തിയ ദേശമംഗല സ്വദേശി തലശ്ശേരി വീട്ടിൽ രാജഗോപാലനാണ് മരത്തിന് മുകളിൽ കുടുങ്ങിയത്. ഏകദേശം 40 അടി ഉയരമുള്ള മാവ് മുറിച്ചു മാറ്റുന്നതിനായാണ് രാജഗോപാലൻ മുകളിൽ കയറിയത്. എന്നാൽ ശാഖകൾ വെട്ടിമാറ്റുന്നതിനിടയിൽ മരക്കൊമ്പ് തലയിൽ തട്ടി മുറിവേൽക്കുകയായിരുന്നു. തുടർന്ന് താഴേക്കിറങ്ങാൻ കഴിയാതെ വരികയും നാട്ടുകാരുടെ സഹായം തേടുകയും ചെയ്തു. ഉയരം കൂടുതലുള്ളതിനാൽ രാജഗോപാലനെ താഴെയിറക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് വാർഡ് മെമ്പർ CD സൈമൺ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിച്ചു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാജഗോപാലനെ അതിസാഹസികമായി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ BS അജീഷ് കുമാർ, ശ്രീജിത്ത് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. സംസ്ഥാനത്തേക്കുള്ള ലഹരിയൊഴുക്കിന് 2 മാസം കൊണ്ട് തടയിടാമെന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി രൂപീകരിച്ച് പോലീസ്. 15 പദ്ധതികൾക്കാണ് പോലീസ് തുടക്കമിട്ടിരിക്കുന്നത്. 2 ആഴ്ചയെ തുടരുന്ന ലഹരി വേട്ടയായ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ 2ാം ഘട്ടമെന്ന നിലയിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പദ്ധതിക്ക് രൂപം നൽകിയത്. ഹോട്ടലുകളിലെ DJ പാർട്ടികൾ പൂർണ്ണമായി നിരീക്ഷണത്തിലാക്കും. ഡാർക്ക് നൈറ്റിലെ ലഹരി കച്ചവടം കണ്ടെത്താൻ സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സൈബർ പട്രോളിംഗ് നടത്തും. ലഹരിയുമായി പിടിയിലാകുന്നവർക്ക് തടവ് ശിക്ഷ കിട്ടുന്ന തരത്തിൽ വിചാരണ നടപടികൾ കർശനമാക്കും. നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളികളാക്കും. ആദ്യമൊക്കെ കഞ്ചാവായിരുന്നു വില്ലൻ. പിന്നെ MDMA, സിന്തറ്റിക് സ്റ്റാമ്പ് തുടങ്ങിയ മാരക ലഹരികളിലേക്ക്. ലഹരി വസ്തുക്കളുടെ ഹബ്ബായി ചാലക്കുടി മാറിയിട്ട് പതിറ്റാണ്ടുകളായി. ഏതാനും പേർ മാത്രമാണ് നഗരത്തിൽ ഇരുട്ടിന്റെ മറവിൽ ആദ്യകാലത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. ഇതര സംസ്ഥാനക്കാരുടെ വരവോടെ കഞ്ചാവ് വിൽപ്പന പട്ടാപ്പകലുമായി. പുഴക്കടവുകളും തിരക്കൊഴിഞ്ഞ കേന്ദ്രങ്ങളും ഇവർ തെരഞ്ഞെടുത്തതോടെ ലഹരി തേടി വിദ്യാർത്ഥികളുടെ വരവുമായി. വിദ്യാർത്ഥികളുടെ ലഹരി ആസക്തിയിൽ മയക്കുമരുന്ന് ലോബികൾ നേടിയത് കോടികൾ. അന്നൊക്കെ ഇടുക്കിയിൽ നിന്നുള്ള നീലച്ചടയനായിരുന്നു മുന്തിയ ഇനം. സാമ്പത്തികമായി ഉയർന്നവരും ലഹരിയുടെ മായാവലയത്തിലായപ്പോൾ മറ്റ് മാരക ലഹരി പദാർത്ഥങ്ങളും നഗരത്തിൽ എത്താൻ തുടങ്ങി. ഹെറോയിൻ, സിന്തറ്റിക് സ്റ്റാമ്പ് തുടങ്ങിയ വലിയ വില കൊടുത്ത് വാങ്ങാൻ ആവശ്യക്കാർ കൂടി. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കുത്തനെ കൂടി. ഇതിനിടെയാണ് MDMAയും എത്തുന്നത്. MDMA കേസുകളിൽ പിടികൂടിയ ഭൂരിഭാഗം കേസുകളിലും വിദ്യാർത്ഥികൾക്ക് ബന്ധമുണ്ടായിരുന്നു. മാരക മയക്കുമരുന്നുകൾ വ്യാപകമായെങ്കിലും കഞ്ചാവിന്റെ വരവ് കുറഞ്ഞില്ല. ഭൂരിഭാഗവും ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. ചരക്ക് ലോറികളിൽ കടത്തിയ കഞ്ചാവ് പോലീസ് പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി ഉണ്ടായി. 3 വർഷം മുമ്പ് ദേശീയപാതയിൽ 240 കിലോ പിടികൂടുമ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയായി മാറി. 100 കിലോയിൽ കൂടുതൽ പിടികൂടുന്ന സംഭവങ്ങൾ വീണ്ടും ഉണ്ടായി. ഇപ്പോൾ ആസാം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികളാണ് കരാറായി പ്രവർത്തിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ ഇവരുടെ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഇതിനകം നിരവധി ലഹരി കടത്തു കേസുകൾ പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ കീഴിലുള്ള മുൻ NDPS കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ ഉൾപ്പെടെ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. തുടർന്നും മുൻ കുറ്റവാളികളെയും അതുമായി ബന്ധപ്പെട്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളും അവരുടെ സൗഹൃദ വലയത്തിലുള്ള ആളുകളെയും തുടർച്ചയായി നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് NDPS കുറ്റകൃത്യങ്ങൾ കണ്ടെടുത്തു വരുന്നതുമാണ്. വിപണനത്തിന് കേരളത്തിൽ എത്തുന്നവരാണ് പോലീസ് വലയിലാക്കുന്നത്. ഇതാകട്ടെ ഡ്രൈവർ അടക്കം 1-2 പേർ മാത്രമാവും. ലഹരിക്കടത്തിന്റെ ഉറവിടവും വിപണന ശൃംഖലയും എന്നും അജ്ഞാതമായിരിക്കും. ചാലക്കുടി സ്റ്റേഷനിൽ മാത്രം പ്രതിവർഷം 100-ൽ കൂടുതൽ ലഹരിമരുന്ന് വിൽപ്പന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി.
മാരകമായ ലഹരി ഉപയോഗത്തിനെതിരെ പദ്ധതി ആവിഷ്കരിച്ച് ചാലക്കുടി നഗരസഭ. തിന്മയുടെ ലഹരിക്കെതിരെ നന്മയുടെ ലഹരി എന്ന സന്ദേശവുമായി പ്രതിരോധം തീർക്കാനാണ് നഗരസഭ ഒരുങ്ങുന്നത്. അടുത്ത വികസന പദ്ധതിയിൽ ഫണ്ട് വിലയിരുത്തി ഇത് നടപ്പാക്കുമെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. ഈ സാമ്പത്തിക വർഷം, പുതിയ സാമ്പത്തിക വർഷം ചാലക്കുടി നഗരസഭ ആരംഭിക്കുന്ന വാർഷിക പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ ലഹരി ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന ഈ അമിതമായിട്ടുള്ള ദുരന്തങ്ങളും പ്രത്യാഘാതങ്ങളും ഒഴിവാക്കുന്നതിന് തുടർച്ചയായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. തിന്മയുടെ ലഹരിയിൽ നിന്ന് നന്മയുടെ ലഹരിയിലേക്ക് ചാലക്കുടിയുടെ നന്മ ലഹരി എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് ഈ വർഷത്തെ പദ്ധതിയിൽ ഈ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും തന്റെ കലാഭിരുചികളിലൂടെ വരുമാനവും സന്തോഷവും കണ്ടെത്തുകയാണ് അരിമ്പൂർ സ്വദേശിയായ ഈ 11-കാരൻ. ഫാൻസി ആഭരണങ്ങളുടെ നിർമ്മാണത്തിലൂടെയാണ് അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീപദ് വേറിട്ട മാതൃകയാകുന്നത്. ശ്രീപദ് ഉണ്ടാക്കുന്ന ഫാൻസി ആഭരണങ്ങൾക്ക് നാട്ടിലും മറ്റു നാടുകളിലും ആവശ്യക്കാരേറെയാണ്. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും മുടങ്ങാതെ സ്കൂളിലെത്തുന്ന ശ്രീപദ് സഹപാഠികളുടെയും അധ്യാപകരുടെയും പ്രിയപ്പെട്ടവനാണ്. സ്കൂൾ വിട്ടുവന്നാൽ നീന്തൽ, യോഗ, സിനിമാറ്റിക് ഡാൻസ് എന്നിവയും ഈ 11-കാരൻ പരിശീലിക്കുന്നുണ്ട്. ദിവസവും 1 മണിക്കൂറോളമുള്ള ആഭരണ നിർമ്മാണമാണ് ശ്രീപദിനെ വ്യത്യസ്തനാക്കുന്നത്. വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ കലാപരമായി നൂലിഴകളിൽ കോർത്തെടുത്ത് മനോഹരമായ മുത്തുമാലകളും കമ്മലുകളും ഉണ്ടാക്കാനുള്ള ശ്രീപദിന്റെ കഴിവ് അപാരമാണ്. അമ്മ നീതുവാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി കൂടെയുള്ളത്. നിർമ്മിച്ച വസ്തുക്കൾ ഭംഗിയായി പാക്ക് ചെയ്യാനും വിപണനം നടത്താനും അമ്മയാണ് സഹായത്തിനുള്ളത്. ശ്രീപദ് മോൻ ഡൗൺ സിൻഡ്രോം കണ്ടീഷനുള്ള മോനാണ്. അവന്റെ പഠനത്തോടൊപ്പം തന്നെ അവന്റെ സിറ്റിംഗ് ടോളറൻസ്, അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള ഹാൻഡ് ബാൻഡ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. അതിന് ഒരു നല്ലൊരു വരുമാനം അവനിപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സിബിഷൻസിൽ പോവുക, അത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുക, അതൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. ശ്രീപദ്സ് ലവ് ബാൻഡ് എന്ന പേരിലാണ് ഫാൻസി ആഭരണങ്ങൾ വിറ്റഴിക്കുന്നത്. തൃശൂർ നഗരത്തിലെ ചില കടകളിലും ഗോവയിലും ഓൺലൈനിലുമായാണ് ശ്രീപദ് ഉണ്ടാക്കുന്ന ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്നത്. എക്സിബിഷനുകളിൽ സ്റ്റാളുകളിട്ടും ശ്രീപദ് തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാറുണ്ട്. അച്ഛൻ ശ്രീനിതും സഹോദരൻ LKG വിദ്യാർത്ഥി ശ്രീയാനും മുത്തശ്ശി ശാന്തകുമാരിയും ശ്രീപദിന് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട്. താൻ ഉണ്ടാക്കുന്ന ഫാൻസി ആഭരണങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം പഠിക്കുന്ന സ്കൂളിലെ PTA ഫണ്ടിലേക്ക് കൈമാറാനാണ് ശ്രീപദിനിഷ്ടം. TCV ന്യൂസ്, തൃശൂർ. എരുമപ്പെട്ടി പഞ്ചായത്തിൽ CPMന്റെ ഭരണപരാജയങ്ങൾ മറച്ചുവെക്കുന്നതിനു വേണ്ടി കോൺഗ്രസിന്റെ വാർഡ് മെമ്പർമാർക്കെതിരെ നടത്തുന്ന കുപ്രചാരണങ്ങളിലും അഴിമതി ആരോപണത്തിലും പ്രതിഷേധിച്ച് ധർണ സംഘടിപ്പിച്ചു. 17ാം വാർഡ് വായനശാല പരിസരത്ത് നടത്തിയ ധർണ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് TP ദേവസി അധ്യക്ഷത വഹിച്ചു. PS സുനീഷ്, വാർഡ് മെമ്പർ MC ഐജു, TK ദേവസി, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, അനിത വിൻസെന്റ്, മീന ശലമോൻ തുടങ്ങിയവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി തലോ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, നന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 3.5 കോടി രൂപ ചെലവിലാണ് റോഡ് നിർമ്മിക്കുന്നത്. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാഞ്ജുഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ് മോഹനൻ കള്ളാടത്തിൽ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, UDF ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു.
പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാഖ് പുഴങ്കരയില്ലത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ പി.കെ. സുകന്യ, പി.എം. സൈനുൽ ആബ്ദീൻ, സെക്രട്ടറി ഗിരീഷ് മോഹൻ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ കെ.ആർ. വൈദേഹി, കെ.കെ. സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ആദ്യത്തെ മാലിന്യമുക്ത ഹരിത പഞ്ചായത്തായി തോളൂർ. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടം നടപ്പാക്കിയാണ് പഞ്ചായത്ത് ഈ നേട്ടം കൈവരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ ഹരിത പ്രഖ്യാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. തെളിമയോടെ തോളൂർ എന്ന മാലിന്യമുക്ത ക്യാമ്പയിനിലൂടെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് ഭരണസമിതിയും പൊതുജനങ്ങളും വ്യാപാരികളും സ്ഥാപനങ്ങളും നേതൃത്വം നൽകി. പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ജനകീയ പങ്കാളിത്തത്തോടെ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ, KG പോൾസൺ, VK രഘുനാഥൻ, KR സൈമൺ, ഷീന തോമസ്, പഞ്ചായത്ത് സെക്രട്ടറി അനൂപ് കുമാർ, ഫാദർ സെബി പുത്തൂർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ലൈജൂസി എടക്കളത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പാർപ്പിട പദ്ധതിക്കും ടൂറിസം പദ്ധതിക്കും ഊന്നൽ നൽകി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 20.20 കോടി രൂപ വരവും 19.97 കോടി രൂപ ചിലവും 23.19 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ അവതരിപ്പിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രബീഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ്, കൊച്ചപ്പൻ വടക്കൻ, ദിൽന ധനേഷ്, MM റജീന, ജനപ്രതിനിധികളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്ത ബഡ്ജറ്റാണ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുൻപാകെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു തരത്തിനും ലഭിക്കാൻ ഇടയില്ലാത്ത വരവുകൾ വർദ്ധിപ്പിച്ച് എഴുതിയുണ്ടാക്കിയ ബഡ്ജറ്റ് കൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനം ഭരണസമിതി ഉപേക്ഷിക്കണമെന്നും ബജറ്റ് തള്ളിക്കളയണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ലഭിക്കാൻ ഒരു തരത്തിലും ഇടയില്ലാത്ത ഫണ്ടുകൾ 4-5 ഇരട്ടിയാക്കി ബഡ്ജറ്റിൽ എഴുതി ചേർത്തിരിക്കുകയാണെന്ന് UDF പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ പറഞ്ഞു. 90 ലക്ഷം ചെലവും എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 27 ലക്ഷം രൂപ മിച്ച ബഡ്ജറ്റാക്കിയിട്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് വെറുതെ 27 ലക്ഷം രൂപ മിച്ച ബഡ്ജറ്റ് ആക്കേണ്ട കാര്യമില്ല. ആ 27 ലക്ഷം രൂപയ്ക്കും പദ്ധതികൾ വയ്ക്കാമായിരുന്നു. ഇനി മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇതിൽ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 വർഷത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭിച്ച വരുമാനത്തെക്കുറിച്ച്. അതിൻ്റെ 4 ഇരട്ടിയാണ് ഇത്തവണ എഴുതി കാണിച്ചിട്ടുള്ളത്. ഈ വർഷം ലഭിച്ച സംഖ്യയുടെ 4 ഇരട്ടി വരുമാനം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിക്കുന്നു എന്ന് ഇതിൽ എഴുതി കാണിച്ചേക്കണം. ബഡ്ജറ്റിൽ എന്തും എഴുതാം എന്നുള്ളതിൻ്റെ ആ ഒരു സൗജന്യം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സാഹചര്യം ആ ഒരു മുതലെടുപ്പ് നടത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ ഈ നടപ്പ് വർഷം കിട്ടിയതിൻ്റെ 4 ഇരട്ടി തുക വരുമാനത്തിൽ വർധന കാണിക്കുന്ന തരത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകളുടെ വർധനവ് ആ തരത്തിൽ കാണിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടും ഇത്തരത്തിൽ ബഡ്ജറ്റിൽ തുക ഉയർത്തി കാണിച്ച് പദ്ധതികൾ എഴുതി ചേർത്ത് കയ്യടി നേടാൻ ശ്രമം നടത്തുന്നത് പരിഹാസ്യമാണെന്നും ബഡ്ജറ്റിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും UDF അംഗങ്ങളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ, ഷെരീഫ് ചിറക്കൽ തുടങ്ങിയവർ വ്യക്തമാക്കി. സഹോദരിയുടെ മകന് വൃക്ക മാറ്റിവെക്കാനായി ധനസഹായം ആവശ്യപ്പെട്ട സ്ത്രീക്ക് സ്വന്തം വൃക്ക തന്നെ ദാനമായി നൽകിയ പുള്ള് സ്വദേശി ഷൈജു സായിറാമിന് ലോക വൃക്ക ദിനത്തിൽ താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ആദരിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ആന്റോ തൊറയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഷൈജു സായിറാമിനെ ആദരിച്ചത്. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉപഹാരം കൈമാറി. ആശാവർക്കർ സുശീല രാജൻ, അംഗൻവാടി വർക്കർ KB അഞ്ജു, മജീദ് പോക്കാക്കില്ലത്ത്, ദേവദാസ് കൊട്ടേക്കാട്ട്, ലില്ലി ജോസ് കൊമ്പൻ, റിജു കണക്കന്തറ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് 440 രൂപ വർദ്ധിച്ച് 64,960 രൂപയായി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 8,120 രൂപയുമായി. ഇതിനു മുൻപ് 64,600 രൂപയായിരുന്നു റെക്കോർഡ് വില.
ഫെബ്രുവരി 25-നായിരുന്നു വില രേഖപ്പെടുത്തിയത്. ജനുവരി 22-നാണ് പവൻ വില ആദ്യമായി 60,000 കടന്നത്. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെ തീരദേശത്തെ ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് മൂലം നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. കഴിഞ്ഞ 2 ആഴ്ചയിലേറെയായി പഞ്ചായത്ത് 13-14 വാർഡുകളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. മുപ്പട്ടിത്തറയ്ക്ക് സമീപമുള്ള കൾവട്ടറിൽ കൂടിയാണ് വേലിയേറ്റ സമയത്ത് പുഴയിൽ നിന്നും താഴ്ന്ന ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറുന്നത്. തൊയക്കാവ് കാളിയേക്കൽ മേഖലയിലും ഉപ്പുവെള്ളം ജനവാസ ഇടങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്. കുംഭമാസത്തിലെ ശക്തമായ വേലിയേറ്റത്തിൽ മുപ്പട്ടിത്തറ മുതൽ തണ്ടഴിപ്പാടം വരെയുള്ള ഭാഗങ്ങളിൽ ഉപ്പുവെള്ളം കെട്ടിനിൽക്കുകയാണ്. ഇതുമൂലം രൂക്ഷമായ ദുർഗന്ധമാണ് ഉണ്ടാകുന്നത്. വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളത്തിൽ ചവിട്ടിയാൽ ചൊറിഞ്ഞു പൊട്ടുന്നതായും പ്രദേശവാസികൾ പറയുന്നു. മണ്ണെടുത്തിട്ട് നിൽക്കാൻ പറ്റണില്ല. വെള്ളം കയറിയിട്ട് പെരക്കാകെ അപ്പുറത്തെ ഭാഗം പൊട്ടിയിട്ടുണ്ട്, പെരം ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നടക്കാനും പറ്റിയില്ല, ചെളിഞ്ഞൂത്തിയിട്ട് ഇവിടെ നേരം വഴുക്കി വീശിന്. വീടിനു ചുറ്റും വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ വീടുകൾക്ക് ബലക്ഷയം സംഭവിച്ചതായും വീടുകളുടെ തറയ്ക്കും ചുവരുകൾക്കും വിള്ളൽ സംഭവിക്കുന്നതായും നാട്ടുകാർ പരാതി പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതിനാൽ വല്ലപ്പോഴും പൊതു ടാപ്പിലൂടെ എത്തുന്ന കുടിവെള്ളം മാത്രമാണ് ആശ്രയം. പലതവണ വാർഡ് മെമ്പറോടും ഗ്രാമസഭകളിലും പരാതിപ്പെട്ടെങ്കിലും ഇതുവരെയും ശാശ്വത പരിഹാരം ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. വെള്ളം കിണറ്റിൽ ഉപ്പായി വെന്തിട്ട് ഉപയോഗിക്കും ഞങ്ങള്. ഇതുപോലൊരു വീട് അവിടെ ഉണ്ട്. ഇപ്പൊ ആ ചേച്ചി പ്രസവിച്ചിട്ട് വരും, ആ കുഞ്ഞിനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവർ വീണ്ടും ചുറ്റും വെള്ളമാണ്, ചോട്ടിപ്പടി വരെ കയറും. ഉപ്പുവെള്ളം കയറാതിരിക്കാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുളിക്കെട്ട് കെട്ടുന്നുണ്ടെങ്കിലും അശാസ്ത്രീയമായ നിർമ്മാണ രീതി മൂലം ആദ്യ വേലിയേറ്റത്തിൽ തന്നെ ഇവ പൊട്ടി ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറി. ഉപ്പുവെള്ളം തീരദേശ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയാൻ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ പറഞ്ഞു. ഈ ഭാഗത്തുള്ള പ്രദേശവാസികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോഴും വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത് പണികൾ നടക്കുന്നുണ്ട് എന്നാണ്. 2-3 വട്ടം ഈ ചീപ്പുകൾ കെട്ടുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിലെ സ്ഥിതി പഴയതുപോലെ തന്നെ ഈ പ്രദേശവാസികൾക്ക് ഇവിടെ ജീവിക്കാനോ താമസിക്കാനോ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. TCV ന്യൂസ് പാവറട്ടി. കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്നേഹസാന്ത്വനം പദ്ധതി ഡോക്ടർ ജോയ് കട്ടക്കയത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളുടെ ഭവനങ്ങൾ സന്ദർശിച്ചു. ചായപ്പൻകുഴിയിലെ 6 ഭവനങ്ങളിലായി 8 രോഗികളെ ഡോക്ടർ പരിശോധിച്ചു. ഗ്രൂപ്പ് ഭാരവാഹികളായ KM ജോസ്, വർഗീസ് പൊറായി, ബെന്നി നബേലിൽ, ഓമന ജോസ്, കൊച്ചുറാണി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. പരിമിതിയുള്ളവരുടെ വിനോദത്തിനായി സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിലും പതിവ് തെറ്റിക്കാതെ മാള BRC വിനോദയാത്രയും സംഗമവും സംഘടിപ്പിച്ചു. ഫണ്ടില്ലാത്തതിനാൽ ജില്ലയിലെ 18 BRCകളിൽ ചിലർ മാത്രമാണ് വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാള BRC ജീവനക്കാരും കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും ചേർന്ന് സ്വന്തം നിലയിൽ ഫണ്ട് കണ്ടെത്തിയാണ് ഈ വർഷം കുട്ടികൾക്ക് വിനോദയാത്രയും സംഗമവും സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം വിനോദ പരിപാടികൾക്കായി 1.5 ലക്ഷത്തോളം രൂപ BRCക്ക് ലഭിച്ചിരുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മാള BRCയിൽ 600ഓളം വിദ്യാർത്ഥികൾക്കാണ് ലഭിക്കുന്നത്. ഇതിൽ 60ഓളം പേർക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ വീട്ടിലെത്തിയാണ് പഠിപ്പിക്കുന്നത്. ഇത്തവണ 80 കുട്ടികളെയാണ് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയത്. BRCകൾക്ക് പ്രവർത്തനത്തിനായി ഫണ്ട് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ വിഹിതം 60%, സംസ്ഥാന സർക്കാരിന്റെ 40%. പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരത്തിലെ അഴുക്കുചാൽ പുഴയിലേക്ക് ചേരുന്ന ചാലിപ്പാടം ചിറയിൽ കെട്ടിക്കിടന്ന മലിനജലത്തിൽ ബ്ലീച്ചിംഗ് പൌഡറിട്ട് ശുദ്ധീകരിച്ചു. കുടിവെള്ള ആവശ്യത്തിനായി ഡാം തുറന്നാൽ മലിനജലം പുഴയോരത്തെ കിണറുകളിലെത്തുന്ന സാഹചര്യമാണ് ഒഴിവായത്. അടിയന്തരമായി നഗരസഭ ഇടപെട്ട് ചാലിപ്പാടം ചിറയിലെ മലിനജലം പൂർണ്ണമായും നീക്കം ചെയ്ത് ബ്ലീച്ചിംഗ് പൌഡർ ഉപയോഗിച്ച് പുഴ ശുദ്ധീകരിക്കണമെന്നും
പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ പറഞ്ഞു. വടക്കാഞ്ചേരി പുഴയുടെ ചാലിപ്പാടം ചിറയുടെ അരിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചാലിപ്പാടം ചിറയിൽ അഴുക്ക്, ഈ പരിസരത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന അഴുക്കുകൾ നിബിഡമായി ഒരു വിധത്തിലും മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. പറപ്പൂക്കര പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന മുട്ടക്കോഴി വളർത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം പന്തല്ലൂരിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എസ്. പ്രദീപ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം.കെ. ശൈലജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കവിത സുനിൽ സംസാരിച്ചു. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ദുർഗാ ക്ഷേത്രത്തിലെ മകം തൊഴൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി. മകം തൊഴലിന് ശേഷം കാഴ്ച ശീവേലി, മേളം, തായമ്പക, മെഗാ ഷോ, വിളക്കെഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മധു കാരുമാത്ര, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് മരത്തുംപള്ളി രാജു വാര്യരും നേതൃത്വം നൽകി. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക കൃപ കൃഷ്ണൻ, KG ഗീത, KK സൗമ്യ, സിനി ജോൺ മേനാച്ചേരി, PG ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 3ാമത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിക്ക് അർഹമായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അശ്വതി വിബിയെ ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടികളുടെ ചിത്ര പ്രദർശനവും കലാപരിപാടികളും അരങ്ങേറി. CPM നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ MP CO പൌലോസിന്റെ 12ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ നടന്ന സമ്മേളനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് അധ്യക്ഷനായി. നേതാക്കളായ PM അഹമ്മദ്, KA വിശ്വംഭരൻ, KR സീത, മഞ്ജുള അരുണൻ, TV സുരേഷ് ബാബു, BS ശക്തിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും നിർണായക ശക്തി CIT ആയിരുന്നു. അന്ന് അവരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്താനും പിന്നീട് ജില്ലയിലെ തൊഴിലാളി വർഗ നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളിൽ ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 25 പേർക്ക് മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്നുള്ള സഹായധനം വിതരണം ചെയ്തു. MP ജാക്സൺ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വേലൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തളിർ ബഡ്സ് റിഹാബിലിറ്റേഷനിൽ നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, അംഗങ്ങളായ ശുഭ അനിൽകുമാർ, വിമല നാരായണൻ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക വൃക്ക ദിനത്തിൽ സ്വന്തം വൃക്ക ദാനമായി നൽകിയ ചാഴൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു സായിറാമിനെ ആദരിച്ചു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഷൈജു സായിറാമിനെ ഉപഹാരം നൽകി ആദരിച്ചു. ചാഴൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് അധ്യക്ഷനായി. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, കോൺഗ്രസ് ഭാരവാഹികളായ KS സന്ദീപ്, ജോഷി ആലപ്പാട്ട്, KK രാജേഷ്, KK അശോകൻ, കോമത്തുകാട്ടിൽ പൈലി ആന്റണി, ഉമ്മർ പഴുവിൽ തുടങ്ങിയവർ പൊന്നാട അണിയിച്ചു. വെങ്കിടങ്ങ് GMLP സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസുകളിലേക്കുള്ള കളി ഉപകരണങ്ങളുടെ വിതരണം നടന്നു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ശാസ്ത്രോത്സവം, ഗണിതോത്സവം എന്നിവയും നടത്തി. മുല്ലശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ കളി ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക KK ജെസി അധ്യക്ഷത വഹിച്ചു. MPTA പ്രസിഡന്റ് ഷാഹിന ബഷീർ, സ്റ്റാഫ് പ്രതിനിധി ആൻജോ പോൾ, SRG കൺവീനർ P സ്നേഹ, സിനി MJ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്ത് ലൈഫ് ഭവന സമുച്ചയ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 4-ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വലപ്പാട് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് 18ാം വാർഡിൽ വാങ്ങിയ സ്ഥലത്താണ്
ഭവന സമുച്ചയം ഉയരുക. 56 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി 650 ചതുരശ്ര അടി വലിപ്പമുള്ള 12 അപ്പാർട്ട്മെന്റുകളാണ് 3 ബ്ലോക്കുകളായി നിർമ്മിക്കുന്നത്. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വൈസ് പ്രസിഡന്റ് VR ജിത്ത്, സെക്രട്ടറി IS ബിന്ദു, മെമ്പർമാരായ KA തപതി, KK പ്രഹർഷൻ, ജ്യോതി രവീന്ദ്രൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആളൂർ കൊമ്പടിഞ്ഞ മക്കൽ ശാഖ ശനിയാഴ്ച മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KR ദിനേശൻ, സെക്രട്ടറി KS ഷീല, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ ചക്കമല്ലിശ്ശേരി, ഡയറക്ടർ NB മോഹനൻ, KS ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാള SI KR സുധാകരൻ ക്ലാസ്സെടുത്തു. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷനായി. TCV ബ്യൂറോ റിപ്പോർട്ടർ EP രാജീവ്, പ്രധാനാധ്യാപിക ദിവ്യ ദാമോദരൻ, അധ്യാപകരായ PC സുധ, MT വത്സ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,120 രൂപ, പവന് 64,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,452 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ COയുടെ നേതൃത്വത്തിൽ തൃശൂർ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം. KSEBയുടെ കേബിൾ വിരുദ്ധ നിലപാടിനെതിരെ സർക്കാർ ഗൌരവമായി നടപടിയെടുക്കണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചാൻസലർക്ക് പരമാധികാരം നൽകിക്കൊണ്ടുള്ള UGC കരട് ചട്ടം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SFI AG's ഓഫീസ് മാർച്ച് നടത്തി. പട്ടിൽ പൊതിഞ്ഞ കൊടും വിഷമാണ് രാജ്യത്തെ സർവകലാശാലകളിൽ UGC നടപ്പാക്കാൻ പോകുന്നതെന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. ചാലക്കുടി പോട്ടയിൽ മിനിലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടത്തെ തുടർന്ന് മിനിലോറിക്ക് തീപിടിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.